ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വിശേഷം പ്രമോ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഡിലേ ആണ് ഫുൾ വിശേഷം, അതുകൊണ്ടാണ് നമ്മളിന്ന് ഫുൾ വിശേഷം ഇടാത്തത്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഞാനെല്ലാം നമ്മുടെ പ്രമോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും പ്രമോ കാണാനുണ്ടെങ്കിൽ ഈ വീടിൻ്റെ അടിയിൽ നോക്കിയാൽ മതി. ഈ വീടിൻ്റെ അടിഭാഗത്ത് നമ്മുടെ പ്രമോ, അതായത് തൊട്ട് താഴെ നമ്മുടെ പ്രമോ കിടപ്പുണ്ട് കേട്ടോ. ഇന്നത്തെ പ്രമോ കിടപ്പുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ പറയാൻ പോകുന്ന വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഹിത്തിനെ രക്ഷിക്കുവാനുള്ള തത്രപ്പാടിലാണ് ബാലചന്ദ്രനും അലീനയും. അപ്പോൾ അലീന അച്ഛന് വാക്ക് കൊടുത്തിരിക്കുകയാണ്, ബാലചന്ദ്രന് വാക്ക് കൊടുത്തിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും രക്ഷിച്ച് നമ്മുടെ ബാലചന്ദ്രൻ്റെ മുമ്പിൽ കൊണ്ട് മകനെ തന്നിരിക്കും, കാരണം നിരപരാധിയാണെങ്കിൽ രക്ഷിച്ചിരിക്കും എന്ന് വാക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് റിസ്ക് എടുത്തും നമ്മുടെ അലീന പോകാൻ തയ്യാറാവുകയാണ് കേട്ടോ. എങ്ങോട്ടേക്ക്? നമ്മുടെ ശരണ്യനെ കാണാനായിട്ട്. ഏതായാലും ശരണ്യനെ കാണാൻ വേണ്ടി ഇനിയിപ്പം നമ്മുടെ ബാലചന്ദ്രനെ കൂട്ടുപിടിക്കാനോ കൃഷ്ണമോളെ കൂട്ടുപിടിച്ചുകൊണ്ട് പോകാനോ ഒന്നും പറ്റില്ല. അതിനൊന്നും പറ്റത്തില്ല. കാരണം ഇവരെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയും നാട്ടുകാർ തിരിച്ചറിയും. മാത്രമല്ല, തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലെറിയും, ചെരുപ്പെറിയും, വേണമെങ്കിൽ ചീമൊട്ട എറിയും, അങ്ങനെ പല പല പ്രഹസനങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അലീന ആ ഒരു തീരുമാനം എടുത്തു, ഒറ്റയ്ക്ക് തന്നെ അങ്ങ് പോയേക്കാം. അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി ഒരു തീരുമാനമെടുത്ത് അലീന ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ വൈജയുടെ അഹങ്കാരത്തിനൊരു തെല്ലും കുറവില്ല കേട്ടോ. വൈജയാണെങ്കിൽ വീണ്ടും നമ്മുടെ ബാലചന്ദ്രനെ കുത്തി കുത്തി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ വൈജയ്ക്ക് ആ ഒരു വീൽ ചെയറിലൊക്കെ ഇങ്ങനെ വീൽ ചെയറിൽ എണീറ്റിരിക്കാറൊക്കെ ആയിട്ടുണ്ട്. എന്നാലും ഹോസ്പിറ്റലിൽ നിന്ന് വരില്ല എന്ന കർശനമായ ആ ഒരു ഇത് മാറ്റുന്നൊന്നുമില്ല. ആ തീരുമാനം ഇങ്ങനെ കർശനമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഒരുത്തൻ കാരണമാണ് മക്കളെല്ലാം വഴിപിഴച്ചു പോയത്. തന്ത ഒരു വഴിക്ക് നടക്കുമ്പോൾ പിന്നെ മക്കൾ എങ്ങനെയാണ് ശരിയാവുന്നത്? തന്തയുടെ അവിഹിതം പൊക്കി ഇപ്പം ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. അവൾ മോളാണെന്ന് എന്താ ഇത്ര ഉറപ്പിരിക്കുന്നത്? ആർക്കും വലിയ ഉറപ്പൊന്നുമില്ല. ഇപ്പം പത്രക്കാർ വരെ എഴുതി പിടിപ്പിച്ചേക്കുന്നത് കണ്ടോ? അവിഹിതം തന്നെയാണ് ഇത്, അല്ലാതെ ഇതിനെന്താ പറയുക? മോളാണെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ കൊണ്ടുപോയി ഒരു പെങ്കൊച്ചിനെ താമസിപ്പിക്കാൻ നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക്? നിങ്ങൾ ഒറ്റ കാരണമാണ് രോഹിത്തും ഇങ്ങനെയായി പോയത്. ഇനി നോക്കിക്കോ, ഇനി 2 പെമ്മക്കളുണ്ടല്ലോ, ആ പെമ്മക്കളെ എന്തിനാ വീട്ടിൽ നിർത്തുന്നത്? ആ പെമ്മക്കളെ വല്ല ഹോസ്റ്റലിലും കൊണ്ടാക്കുന്നതായിരിക്കുന്നല്ലോ. കാരണം വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിനൊക്കെ സമാധാനം കിട്ടത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല. അതിനെയൊക്കെ വല്ല ഹോസ്റ്റലിലും കൊണ്ടാക്കിയിട്ട് നീയും, അതായത് നിങ്ങളും അലീനയും കൂടെ സ്വൈര്യമായിട്ട് അവിടെ അങ്ങ് ജീവിച്ചോ, അതായിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഒന്ന് പോടി, നീ ഈ പറയുന്നതിനൊക്കെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് സൗകര്യമില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെങ്കിലും നീ ഒരിക്കൽ അറിയും, വിവരം അറിയും. അപ്പം നീ ഇതൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കും, അല്ലെങ്കിൽ കുറ്റബോധപ്പെടും, അല്ലെങ്കിൽ നീ എൻ്റെ കാല് പിടിക്കും. ആ ഒരു ദിവസം വരുന്നുണ്ട്, പിന്നെ കരഞ്ഞ് കാല് പിടിക്കാനായിട്ട് വേറെ ആരുടെ കാല് പിടിച്ചാലും വഴിയിൽ കിടക്കുന്ന ഒരു പിച്ചക്കാരൻ്റെ കാല് പിടിക്കേണ്ടി വന്നാലും ഒരിക്കലും ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ വരത്തില്ല. കാരണം അതിൻ്റെ കാര്യം വൈജയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ വായി വരുന്നത് ഗോതയ്ക്ക് പാട്ട എന്ന് പറയുന്ന പോലെയാണല്ലോ നമ്മുടെ വൈജയുടെ കാര്യം. അതുകൊണ്ട് ബാലചന്ദ്രൻ ഇതൊന്നും മൈൻഡാക്കാതെ ഇറങ്ങി അങ്ങ് പോയി കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ നേരെ ചെല്ലുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല, വീട്ടിലേക്കാണ്. നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് ചെന്നു. അവിടെ അലീനയുണ്ട്. അപ്പം അലീന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് ചെല്ലുകയാണ്. ടയേർഡായിട്ടൊക്കെ വരുന്നതല്ലേ, അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ല അമ്മേനെ പോയി കണ്ടിട്ട് ഇപ്പം എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അവളുടെ നാക്കിന് ഒരു കുഴപ്പമില്ല. അവൾക്ക് ശരീരത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവളുടെ നാക്കിനൊരു കേടുപാട് സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അലീനെ? വായി വരുന്നതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഏതായാലും ഞാൻ അതൊന്നും മൈൻഡാക്കാൻ നിന്നില്ല. ഇതിനൊക്കെ മൈൻഡാക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം അതിനല്ലേ കാണത്തുള്ളൂ. അവൾ എന്ത് വേണമെങ്കിലും പറയട്ടെ, ഞാനും നിന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നും നീ എൻ്റെ രഹസ്യത്തിൽ ഞാൻ കൊണ്ടു നടക്കുന്ന അവിഹിതത്തിലുള്ള ഒരുത്തിയാണെന്നൊക്കെയാണ് പറയുന്നത്. അവൾ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ എന്ന് പറഞ്ഞപ്പം അച്ഛൻ ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ സഹിക്കാൻ പറ്റുന്നു അച്ഛാ? അല്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിരുന്നെങ്കിൽ ഇതൊന്നും അച്ഛന് കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പം, അതിനിപ്പോൾ എന്താ, നിനക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ വലിയ താല്പര്യം വല്ലതും ഉണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ വല്ല ഒരു മോഹവും ഉണ്ടോ? കാരണം വേറൊന്നും അല്ല, ഇപ്പം നീ ഇവിടെ നിന്നും അടുത്ത് കാണും, ആവശ്യത്തിന് ചീത്തപ്പേര് നീ ഈ വീട്ടിൽ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. ബലാത്സംഗത്തിന് ഇരയായ ഒരു സ്ത്രീയെ പോലെയാണ് ഇപ്പം നിന്നെ എല്ലാവരും കാണുന്നത്. അപ്പം അതുകൊണ്ട് നിനക്ക് ഇവിടുന്ന് പോകാനും രക്ഷപ്പെടാനൊക്കെ തോന്നുന്നുണ്ടോ അലീന? ഇവിടെ വന്നതേ ഭയങ്കര പ്രശ്നമായി നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്ത് വർത്താനാച്ചാ ഈ പറയുന്നത്? ഒരിക്കലും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അച്ഛൻ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് ഒരിക്കലും ഈ അലീന ഇവിടുന്ന് പോവില്ല. അലീനയ്ക്ക് പോകാൻ കഴിയില്ല. അച്ഛൻ ഈ അവസ്ഥയിലാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകാനാ? പിന്നെ എനിക്ക് അച്ഛൻ്റെ സങ്കടങ്ങൾ കേൾക്കാനും അച്ഛൻ്റെ സങ്കടങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാനൊക്കെ പറ്റുമെങ്കിൽ ഞാനിപ്പോൾ അതാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനൊന്ന് ഓർത്തോ,
രോഹിത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ ആ DYSPയുടെ മുമ്പിൽ ചെന്നപ്പോഴത്തേക്കും DYSP പറഞ്ഞത് വേറൊന്നുമല്ല, നമ്മുടെ രോഹിത്തിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം, പക്ഷേ അത് ശരണ്യ വിചാരിക്കണം. നിരപരാധിയാണെങ്കിൽ ശരണ്യ വിചാരിച്ചാൽ മാത്രമേ രോഹിത്തിനെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ശരണ്യ ഒന്ന് പോയി കാണണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ മോളെ എന്താ ഞാൻ വരണോ, എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഹേയ് വേണ്ട വേണ്ട, അച്ഛൻ റിസ്ക് എടുത്ത് വരുമൊന്നും വേണ്ട പറഞ്ഞല്ലോ. ഈ അലീനയ്ക്കൊരു ധൈര്യമുണ്ട്, ഈ അലീനയ്ക്കൊരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരി അച്ഛനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കത്തില്ല. കാരണം അലീനയുടെ ആത്മാവ് തന്നെ അലീനയുടെ കൂട്ടുകാരി. ആ ആത്മാവ് ധൈര്യത്തോടു കൂടി എൻ്റെ അടുത്ത് ഉള്ളിടത്തോളം കാലം ഒരിക്കലും എനിക്കൊരു കൂട്ട് വേണ്ടച്ചാ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ തന്നെ പൊക്കോളാം. എൻ്റെ സ്വന്തം ആങ്ങളെയല്ലേ, എൻ്റെയും കൂടെ ചോരയല്ലേ, ഞങ്ങളൊരു ചോരയല്ലേ, എൻ്റെയും കൂടെ ചോരയല്ലേ എന്നല്ല സോറി, ഞങ്ങളുടെ ഒരു ചോരയല്ലേ. അപ്പം ഏതായാലും എൻ്റെ ആങ്ങളെ രക്ഷിക്കേണ്ട ആ ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ടത്. അത് നിരപരാധിയാണെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ അവനെ രക്ഷിക്കാൻ നിന്നില്ല, ദൈവം എന്നോട് പൊറുക്കുമോ? അതുകൊണ്ട് ഞാൻ പോകുക അച്ഛാ, എനിക്ക് ചെല്ലണം, എനിക്ക് പോകണം, എനിക്ക് പോയി ശരണ്യനൊന്ന് കാണണം, അവളോട് കണ്ട് സംസാരിക്കണം. അവളെ കണ്ട് സംസാരിച്ചിട്ട് ആരൊക്കെയാണ് അവളെ ആ വിധത്തിലാക്കിയത്, രോഹിത്തിനൊരു പങ്കുമില്ലെങ്കിൽ നമുക്ക് രോഹിത്തിനെ രക്ഷിക്കണം. പക്ഷേ അച്ഛൻ ഒരു കാര്യം ഓർത്തോണം, ഇതിന് രോഹിത്തിന് പങ്കുണ്ടെങ്കിൽ അച്ഛ എൻ്റെ ആങ്ങളെയൊക്കെയാണ്, അച്ഛൻ്റെ മോനൊക്കെയാണ്, പക്ഷേ ഒരിക്കലും ഞാൻ കൂട്ട് നിൽക്കില്ല രക്ഷിക്കാനായിട്ട്. അങ്ങനെ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ കൈ പിടിക്കില്ല രോഹിത്തിൻ്റെ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, അച്ഛനെയും സമ്മതിക്കില്ല രോഹിത്തിനെ രക്ഷിച്ചുകൊണ്ട് വരാനായിട്ട്. കാരണം ഒരു പെണ്ണിൻ്റെ ജീവിതം കളഞ്ഞിട്ട് ഒരിക്കലും വെറുതെ നമ്മൾ അവനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പൊക്കോളാം, അച്ഛനെ എന്നെ വിടാൻ അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിന്റെ തീരുമാനം അതാണെങ്കിൽ നീ ഒരു കാര്യം, നിനക്ക് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ അലീന ഞാൻ ഒരിക്കലും നിന്നെ തടയില്ല, നീ പൊക്കോ, എനിക്ക് പ്രശ്നമില്ല, നീ ഒറ്റയ്ക്ക് പൊക്കോ. പക്ഷേ ഈ അച്ഛനൊരു പേടിയുണ്ട്, അത് നീ മറക്കരുതെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പേടിക്കൊന്നും വേണ്ട, ഒരിക്കലും ഈ അലീന തെറ്റിലേക്കോ അല്ലെങ്കിൽ ഈ അലീനയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ വിചാരിക്കാതെ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അച്ഛന് ഒരിക്കലും പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അല്ല നീ മനുവിനെങ്കിലും എന്നാ കൂട്ടിക്കൊണ്ടോ, മനുവിനെങ്കിലും ഒന്ന് വിളിക്ക്. ഹേയ് അത് ശരിയല്ല അച്ഛാ, മനുവേട്ടനെ ഞാൻ വിളിക്കില്ല, കാരണം മനുവേട്ടനെ വിളിച്ചാൽ ശരിയാവില്ല, ഇത് ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ, നിരപരാധിത്വം തെളിയിക്കണം, അത് നിരപരാധി ആണെങ്കിൽ തെളിയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അലീന ഇറങ്ങുന്നത് കേട്ടോ. എങ്ങോട്ടേക്ക് അലീന ഇറങ്ങുന്നത്? നമ്മുടെ അലീന നമ്മുടെ രോഹിത്തിനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ അലീനയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ നേരിടേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അലീനയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയാണ്. നാട്ടുകാരുടെ സൈഡിൽ നിന്ന്, ശരണ്യയുടെ വീട്ടുകാരുടെ സൈഡിൽ നിന്ന്, അങ്ങനെ ശരണ്യനെ കാണാൻ സമ്മതിക്കുന്നില്ല. അതായത് അത്രമാത്രം പ്രശ്നങ്ങൾ നേരിടുന്ന നമ്മുടെ അലീന എങ്ങനെയോ എന്തോ രോഹിത്തിൻ്റെ ഭാഗ്യമായിരിക്കാം അലീന കാരണം നമ്മുടെ രോഹിത്ത് രക്ഷപ്പെടണമെന്ന്, ഒന്നെങ്കിൽ ആ ഒരു നിയോഗമായിരിക്കാം. അങ്ങനെ നമ്മുടെ അലീന കാണാനിടയാകുകയാണ്, ശരണ്യനെ കാണാനിടയാകുകയാണ്. അങ്ങനെ ശരണ്യനെ കണ്ട് ശരണ്യയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പം ഈ ഒരു സമയത്ത് കോടതിയിൽ ഹാജരാക്കാറൊക്കെ ആയിട്ടോ, വക്കീലും ഒക്കെ ഉണ്ട്, കോടതിയിൽ ഹാജരാക്കാറൊക്കെ ആയി. നമ്മുടെ ഹരീനെയും രോഹിത്തിനെയും രക്ഷിക്കുവാനുള്ള പഠിച്ച പണി 18 ശിവനും രാജീവനും ബാലചന്ദ്രനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും മനുവിനും അലീനയ്ക്ക് തറപ്പിച്ചൊരിതുണ്ട്, ഒരിക്കലും ഹരി രക്ഷപ്പെടാൻ പാടില്ല, ഹരി തെറ്റുകാരനാണെങ്കിൽ ഹരി രക്ഷപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി തന്നെ നമ്മുടെ അലീന വാദിക്കുന്നുണ്ട്. കാരണം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന എല്ലാവരുടെയും ശത്രു ആവുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ഹരിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു തെല്ലും ഒരു മാർഗവും നമ്മുടെ അലീനെ സ്വീകരിക്കുന്നില്ല. ആ ഒരു സ്ഥാനത്ത് രോഹിത്തിനെ രക്ഷപ്പെടുത്തുന്നു. പിന്നെ രോഹിത്തുമായിട്ട് എന്തോ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് രോഹിത്തിനെ അലീന രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് കമലയ്ക്ക് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ വായിൽ വരുന്നത് കോതയ്ക്ക് വാട്ട എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കമലയ്ക്കും. അപ്പൊ കമലയും ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, രോഹിത്തുമായിട്ട് എന്തോ ബന്ധം പുലർത്തുന്നുണ്ട്, തൊലിവിളുപ്പുള്ള വേലക്കാരികൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ എന്ന്. പക്ഷേ അവിടെ വൈജയുടെ വായടയാണ്, വൈജയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം വൈജയുടെ മകനെ രക്ഷിച്ചത് അലീനയാണ്. അപ്പൊ എന്തെങ്കിലും പറയാൻ പറ്റുമോ നമ്മുടെ വൈജയോട്, അല്ല അലീനയോട്? അപ്പൊ അതുകൊണ്ട് അവിടെ മാത്രം ഒന്ന് സ്തംഭിച്ച് നിൽക്കുന്ന നമ്മുടെ വൈജ. എങ്കിലും ഒരു തെല്ലും സ്നേഹവും നമ്മുടെ അലീനയ്ക്ക് വൈജ കൊടുക്കുന്നുമില്ല, സ്നേഹത്തോട് പെരുമാറുന്നുമില്ല. മകനെ രക്ഷിച്ചു എന്ന് പറയുന്ന ഒരു നന്ദി വാക്ക് പോലും പറയുന്നില്ല, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എൻ്റെ മകൻ നിരപരാധി ആയതുകൊണ്ട് രക്ഷപ്പെട്ടവൻ, അല്ലാതെ അലീനയുടെ കഴിവൊന്നും അല്ല. അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇപ്പോഴും നമ്മുടെ വൈജ. അതായത് രോഹിത്ത് പുറത്തിറങ്ങി കഴിയുമ്പോഴും. ഇനിയിപ്പോൾ നമ്മുടെ ഹരി പുറത്തിറങ്ങുമോ, ഹരീനെ പൈസയുടെ ബലം കൊണ്ട് അവർ പുറത്തിറക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഏതായാലും ഹരി പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇതുപോലെയുള്ള കുറേ പെണ്ണുങ്ങളുടെ ജീവിതം പോകാൻ ചാൻസ് ഉണ്ട്. അവൻ ഒരു കൂസലും ഇല്ലാതെയാണ് ജയിലിലും തെളിവെടുപ്പിനും ഒക്കെ കൊണ്ടുവരുമ്പോഴും നിൽക്കുന്നത്.
എന്താ പറയുക, എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു പഴുതിലൂടെ താൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നമ്മുടെ ഹരീനെ പൂട്ടാൻ പരമാവധി പോലീസുകാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഹരി മിക്കവാറും കുറച്ച് നാളെങ്കിലും ജയിലിൽ കിടക്കണമല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് കഥ കാണുന്നവർക്ക് വേണ്ട മനസ്സിനൊരു ആശ്വാസവും സുഖവും സന്തോഷമൊക്കെ. അപ്പം ഹരി കുറച്ച് നാൾ ജയിലിൽ കിടന്നാലല്ലേ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഹരി കുറച്ച് നാൾ ജയിലിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ ഹരി ജയിലിൽ തന്നെയുണ്ട്. ഏതായാലും കേസ് അതിൻ്റെതായ രീതിയിലൊക്കെ നടന്നു പോകുന്നുമുണ്ട്. നമ്മുടെ വൈജ അലീനയോടുള്ള ആ ദ്രോഹം തുടരുന്നുമുണ്ട്. അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പം നമ്മുടെ അലീന ശരണ്യയുടെ അടുത്ത് ചെന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് ഞാൻ അടുത്ത വിശേഷത്തിൽ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. അലീന ശരണ്യനെ കാണാൻ പോകുന്നതും അവിടെ വെച്ച് കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. പിന്നെ ഈ DYSP നമ്മുടെ അലീനയുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. DYSP അലീനയുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പതുക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് ഇന്നത്തെ ഫുൾ വിശേഷം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ ഫുൾ വിശേഷം ഇടാത്തത്. ഇനിയിപ്പം മിക്ക ദിവസവും ഒരു 6 മണി 5 മണിക്കൊക്കെയാണ് ഇപ്പം നമ്മുടെ അലീനയുടെ വിശേഷം വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് രാവിലെ നിങ്ങളുടെ മുമ്പിൽ അത് എത്തിക്കാൻ കഴിയാത്തത്. പിന്നെ നമ്മൾ വൈകിട്ട് പ്രമോ വിശേഷം എന്ന് ഇടുന്നത് കൊണ്ട് മാക്സിമം എല്ലാവരും അതൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു പ്രമോ വിശേഷം. പിന്നെ ഫുൾ വിശേഷത്തിൽ നമ്മൾ വിത്ത് ഡയലോഗ് സഹിതം പറയുന്നതാണ്, ഒരു വാക്ക് പോലും തെറ്റാതെ നമ്മൾ പറയുന്നതാണ്. പക്ഷെ നമുക്ക് 2 ദിവസമായിട്ട് ഡിലേ ആണ്. നമുക്ക് ഈ സസ്പെൻസ് നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഡിലേ ആയത്. അതായത് റേറ്റിംഗ് വേണമല്ലോ നമ്മുടെ ചാനലിനും. അപ്പം നമ്മളിങ്ങനെ സസ്പെൻസ് നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമ്മളിടുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ കാണും. അപ്പം ആ ഒരു ഇതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പം നമുക്ക് ഡിലേ ആകുന്നത്. അപ്പോൾ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോണേ നമ്മുടെ ചാനലെ. അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥ നമ്മൾ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ജിൽജിൽ ചിന്നുവിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ്. രാവിലെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാരെങ്കിലും ഇതുവരെ കണ്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് പോയി കണ്ട് ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂട്ടോ. അപ്പം ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ.